ഏകീകൃത സിവിൽ കോഡ് പാസാക്കി അസം നിയമസഭ. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ എതിർത്താണ് BJP സർക്കാരിന്റെ നീക്കം. രാജ്യത്ത് ബിൽ പാസാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറി. എല്ലാ മത സാമൂഹിക വിഭാഗങ്ങൾക്കും വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ലിവ് ഇൻ ബന്ധങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിന് ഒരു പൊതു നിയമ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ ശബ്ദവോട്ടോടെയാണ് പാസാക്കിയത്. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളിയതോടെ കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും വിപുലമായ കൂടിയാലോചനകൾ വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ബഹുഭാര്യാത്വം നിരോധിക്കാനും വിവാഹ ലിവ് ഇൻ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യാനും ബിൽ നിർദ്ദേശിക്കുന്നു. വീഴ്ച വരുത്തുന്നവർക്ക് 7 വർഷം വരെ ജയിൽ ശിക്ഷയാണ് ബില്ലിൽ വ്യക്തമാക്കുന്നത്. വിവാഹം 60 ദിവസത്തിനകവും ലിവിംഗ് ബന്ധങ്ങൾ 30 ദിവസത്തിനകവും രജിസ്റ്റർ ചെയ്യണം. എന്നിരുന്നാലും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ അസമിലെ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ്. കഴിഞ്ഞ തിങ്കളാഴ്ച സംസ്ഥാനത്തെ പാർലമെന്ററി കാര്യമന്ത്രി അതുൽ ബോറയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. രാജ്യത്ത് ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ബിൽ പാസാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് അസം. ഗോവയിൽ നേരത്തെ തന്നെ ഒരു പൊതു സിവിൽ നിയമം നിലവിലുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.